Hi friends, JENY'S vlogിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു നാടൻ കറിയാണ്. അപ്പോൾ നമുക്ക് ചക്കക്കുരുവിന്റെയും അല്ലെങ്കിൽ മാങ്ങയുടെയും മുരിങ്ങക്കോലിന്റെയും ഒക്കെ സീസൺ ആണ്. അപ്പോൾ അത് വെച്ചൊരു നാടൻ കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഉണക്ക ചെമ്മീനും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നതിന്റെ തൊട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെ വരുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ല, ഓൾ എന്ന ഓപ്ഷനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു 20ഓളം ചക്കക്കുരു ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മിക്കവാർക്കും എല്ലാവർക്കും ഈ ചക്കക്കുരു ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമ്മളിതിൻ്റെ കരിന്തൊലി കളഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ളൊരു കളർ വരും. അപ്പോൾ അത് കുറച്ച് നേരം നമുക്കൊരു ചൂടുവെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുതിർത്തിട്ടാൽ മതി. അതിനുശേഷം നമുക്ക് ചിരണ്ടി എടുത്താൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി മാറിക്കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം സാധാ ചെയ്യുന്നതിൻ്റെ കൂടെ ചിരണ്ടി എടുത്താലും മതി. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 20 ചക്കക്കുരു എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 2 മുരിങ്ങക്കോൽ എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ നാരെല്ലാം കളഞ്ഞിട്ട് അതിന് നടുവേ ഒന്ന് പിളർന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ സാമാന്യം നന്നായിട്ട് പുളിയുള്ള ഒരു മാങ്ങ ഞാൻ ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും പുളി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് പച്ചമുളകാണ്. പച്ചമുളക് ഞാനൊരു 7-8 എണ്ണം എടുത്തിട്ടുണ്ട്. അതായത് എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ചെമ്മീനാണ്, ഉണക്ക ചെമ്മീനാണിത്. ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ തലയെല്ലാം കളഞ്ഞിട്ട് നന്നായി കഴുകി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു 100 ഗ്രാമോളം ഉണ്ട്. പിന്നെ നമുക്ക് മുളക് പൊടി വേണം. പിന്നെ മഞ്ഞൾപ്പൊടി ഞാനൊരു 3/4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തേങ്ങ അരച്ച കറിയാണ്. ഞാനിത് 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 4 ചെറിയ ഉള്ളി ഞാനിതിൽ അരയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ടീസ്പൂണോളം ജീരകവും വേണം. നല്ല ജീരകമാണ് ആവശ്യമുള്ളത്. അരയ്ക്കാൻ പോകുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ കടു വറക്കാൻ വേണ്ടി ഞാൻ ചെറിയ ഉള്ളിയും വറ്റൽമുളകും പിന്നെ അതുപോലെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാടൻ കറിയാണല്ലോ വെക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്കോലൂടെ ചേർക്കാം. ഇതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയുണ്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ കഷ്ണങ്ങൾ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതൊന്ന് പകുതി വേകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വേണം നമുക്ക് മാങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിരുന്നിനി ഒന്ന് വേകട്ടെ. അപ്പോൾ ചക്കക്കുരുവും മുരിങ്ങക്കായും നമ്മൾ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റായി. അപ്പോൾ അതൊരു പകുതി വേവിലോട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാങ്ങയുടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്, പുളിയുള്ള. പിന്നെ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളക് ഇങ്ങനെ കീറിയിട്ടില്ലെങ്കിൽ നമുക്ക് തേങ്ങ അരയ്ക്കുന്ന കൂടെ അരയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീനോട് ഇനി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, ഇതിൽ കിടന്നത് വെന്തോളും. നമ്മളിനി അരപ്പ് ചേർക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ആ മാങ്ങ ഒന്ന് വേകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കഷ്ണങ്ങൾ അവിടെ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു തേങ്ങയുടെ അരമുറിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ തേങ്ങ അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ആ അരപ്പെടുത്ത പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് നമ്മൾ ആദ്യമേ ചേർത്തത്. അപ്പോൾ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തേങ്ങയുടെ ആ പച്ച കുത്തലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ്. നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള കടുകൂടെ നമുക്ക് പൊടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കാൻ ഞാൻ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. നമ്മൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഞാൻ 1 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് കൂടെ ഉണ്ട്, അതും ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കടുക് പൊട്ടിച്ചതിൻ്റെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 1 പിഞ്ച് മുളക് പൊടിയോട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ ചൂടെണ്ണയിൽ മാത്രം അത് കിടന്നാൽ മതി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ കടുക് താളിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിനിയിപ്പോൾ തീ ഓഫ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്കക്കുരു മുരിങ്ങക്കോലും മാങ്ങായിട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മാങ്ങയുടെയും മുരിങ്ങക്കോലിൻ്റെയൊക്കെ സീസണാണല്ലോ ഇപ്പം. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗൺ കാലമൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി സമയമൊക്കെ നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്തെടുത്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലോ, ഓൾ എന്ന ഓപ്ഷനും. നമുക്ക് വേറൊരു വീഡിയോയുമായി കാണും വരെ ബൈ.